ടെർമിനൽ 21 ബാങ്കോക്കിൽ പോയവർക്ക് എന്തായാലും ഈ മാൾ മിസ്സായിട്ടുണ്ടാവില്ല. കാരണം ഒരു അടിപൊളി മാളും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രൂസ് ഷിപ്പിൻ്റെ ഡോക്യാർഡും കൂടിയാണ് ഈ മാൾ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന നൈറ്റ് ക്രൂസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെർമിനൽ 21 എന്ന് പറഞ്ഞ ഈ മാളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് നമ്മൾ മാളൊക്കെ ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഒരു 7-7:30 നേരെ ഡോക്യാർഡിലേക്ക് വന്നു. 1.5 മണിക്കാണ് നമ്മുടെ ക്രൂസ് വരുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ക്രൂസുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത് കാഹോ പ്രായ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ക്രൂസാണ്. ഇതിൽ അപ്പർ ഡെക്കാണ് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലോവർ ഡെക്ക് ഉണ്ട്. ലോവർ ഡെക്ക് AC ആയിരിക്കും, അപ്പർ ഡെക്ക് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് വിശാലമായിട്ടുള്ള ഈ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ ബാങ്കോക്കിൽ പോണവർ ഈ ട്രിപ്പ് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അടിപൊളി ട്രിപ്പാണ്. കാരണം ആ ഫുഡിൻ്റെ മാത്രമല്ല, നമ്മുടെ ആ ഒരു യാത്ര അത് ഒരിക്കലും നമ്മൾ മറക്കാത്തൊരു മെമ്മറി ആയിരിക്കും. നല്ല കിട്ടില്ലൻ ആംബിയൻസ് ആണ്, നല്ല ലൈവ് മ്യൂസിക്കും DJയും എല്ലാം കൂടി ഉണ്ട്. ഫുഡിൻ്റെ മെനു ആവട്ടെ ഇൻഡോ കോണ്ടിനെൻ്റൽ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തേക്കണ ഇഷ്ടം പോലെ ഫുഡ് കേട്ടോ. അതാ പറയാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ലോങ് മെനു ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് എടുത്ത് എന്തോരം ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും കഴിക്കാം. ലൈവ് ബാർ കൗണ്ടറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളം വേണ്ടവർക്ക് നാരങ്ങ വെള്ളവും കുടിക്കാം. അപ്പോൾ ഞാനൊന്ന് സ്പെഷ്യൽ എന്താണെന്ന് പോയി നോക്കിയപ്പോഴാണ് ബീഫ് സ്റ്റേക്കും സൂഷിയാണ് അവരുടെ സ്പെഷ്യൽ ഇന്നത്തെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ 2-3 വെറൈറ്റി സൂഷിയും ബീഫിൻ്റെ മീഡിയം റെയർ ആയിട്ടുള്ള സ്റ്റേക്കും ട്രൈ ചെയ്തു. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അവരുടെ സോസൊക്കെ നല്ല വെറൈറ്റി ടേസ്റ്റാണ്. സൂഷി നമ്മൾ ഇവിടെ കിട്ടുന്ന പോലെയുള്ള ഒരു പച്ചമണോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല വെൽ കുക്ക്ഡായിട്ട് നല്ല അടിപൊളി പ്രിപ്പറേഷനിൽ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു അടിപൊളി സൂഷിയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഇഷ്ടമായി കേട്ടോ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് ട്രൈ ചെയ്തായിരുന്നു. അവർക്കും സൂഷി ഇഷ്ടമായിട്ട് അവർ സെയിം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൂഷിനെക്കാട്ടും ഡിഫറെൻ്റ് ആണെന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഞങ്ങൾ യാത്ര എൻജോയ് ചെയ്യുന്ന സമയത്താണ് ഐക്കോൺ സിയാം എന്ന് പറഞ്ഞ ഈ ഒരു മാള് കണ്ടത്. മാള് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, ഗജ കില്ലാടി മാള്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഈ മാള് ഒന്ന് മിസ് ചെയ്യാണ്ടിരുന്നു, പോയി ഒന്ന് കണ്ടു നോക്കുക. ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞാൽ പാസ്ത, ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, സാലഡ്സ്, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് കുറച്ചായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം എനിക്കെല്ലാം ഇഷ്ടമായി. നല്ല ടേസ്റ്റും നല്ല രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ക്രൂസൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാഴ്ചകളും ഇങ്ങനെ സൈഡിൽ കാണാം കേട്ടോ. ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ. അത് നിങ്ങളിത് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങളൊന്ന് പോയി നോക്കണം ഈ ഒരു ക്രൂസ്, അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൂസൊക്കെ ഇറങ്ങി നേരെ ഹോട്ടലിലെത്തി. ഞങ്ങൾ നേരെ 7-Eleven വിട്ടു. രാത്രി അവിടെ ബാക്കി പൊളി. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഫോളോ ചെയ്യുക, വീഡിയോസ് കണ്ട് അടിച്ചോളൂ.